ഹായ് ഫ്രണ്ട്സ്, LP-UP സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ SCERT പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അങ്ങനെ കെമിസ്ട്രിയുടെ അവസാനത്തെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്, ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. 10th സ്റ്റാൻഡേർഡ് ന്യൂ SCERT-യിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് LP-UP സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സയൻസ് കംപ്ലീറ്റ് ആവുകയാണ് നമ്മുടെ അല്ലെ. അപ്പോൾ ഈ ചാപ്റ്റർ നമുക്ക് രണ്ട് പാർട്ടായിട്ട് ചെയ്യാം. നോക്കാം. ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഒരുപാട് ലാഗ് അടുപ്പിക്കേണ്ട, ക്ലാസ്സിലേക്ക് കടക്കാം. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. നോക്കിക്കേ, മരുന്നുകൾ, പോളിമറുകൾ, ഇന്ധനങ്ങൾ, പ്ലാസ്റ്റിക്, പെയിന്റ്, വസ്ത്രങ്ങൾ തുടങ്ങിയ നിരവധി പദാർത്ഥങ്ങൾ കാർബണിക രസതന്ത്രത്തിന്റെ സംഭാവനയാണ്. ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ് കാർബണിക രസതന്ത്രം എന്ന് പറയുന്നത്. അപ്പോ വിവിധങ്ങളായിട്ടുള്ള ഇത്തരം കാർബണിക സംയുക്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത് കാർബണിക രാസപ്രവർത്തനത്തിലൂടെയാണ്. കാർബൺ സംയുക്തങ്ങൾ ഉൾപ്പെടുന്ന രാസപ്രവർത്തനങ്ങളാണ് കാർബണിക രാസപ്രവർത്തനങ്ങൾ. കാർബൺ സംയുക്തങ്ങൾ ഉൾപ്പെടുന്ന രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും? കാർബണിക രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട ഒരു കുറച്ച് കാർബണിക രാസപ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്നാണ് ആദേശ രാസപ്രവർത്തനം, 2 അഡീഷൻ രാസപ്രവർത്തനം, 3 ജ്വലനം, 4 താപീയ വിഘടനം, 5 പോളിമറൈസേഷൻ. അപ്പോൾ ഇന്നത്തെ പാട്ടിൽ നമ്മൾ ഈ 5 കാർബണിക രാസപ്രവർത്തനങ്ങളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ് ഒന്നുകൂടെ നോക്കാം. ആദേശ രാസപ്രവർത്തനം, അഡീഷൻ രാസപ്രവർത്തനം, ജ്വലനം, താപീയ വിഘടനം, പോളിമറൈസേഷൻ. വളരെ ഈസിയാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് അങ്ങനെ ബൈഹാർട്ട് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആദ്യം ആദേശ രാസപ്രവർത്തനങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത്. ആദേശ രാസപ്രവർത്തനം അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നോക്കാം. മീഥെയ്ൻ എന്ന് പറയുമ്പോൾ CH4 ആണ്. CH4 സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ക്ലോറിനുമായിട്ട് Cl2 എഴുതാം അല്ലെ, ക്ലോറിനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിന്റെ രാസ സമവാക്യമാണ് നമുക്ക് ആദേശ രാസപ്രവർത്തനം പഠിക്കാനുള്ള ഉദാഹരണമായി നൽകിയിരിക്കുന്നത്. നോക്കിക്കേ, കണ്ടോ, CH4 മീഥെയ്ൻ ക്ലോറിനുമായി പ്രവർത്തിച്ചുണ്ടാവുന്ന ആ ഒരു ആദേശ രാസപ്രവർത്തനം കണ്ടോ. CH4 എന്ന് പറയുമ്പോൾ കണ്ടോ, കാർബണിന് 4 ബോണ്ടുകളോടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഹൈഡ്രജനുമായിട്ട് CH4 എന്ന് പറയുന്നു. അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്തിരിക്കുന്നു? ക്ലോറിൻ. ക്ലോറിൻ Cl2 ആണ്. അപ്പൊ ക്ലോറിൻ സിംഗിൾ ബോണ്ട് ഈ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ആദേശ രാസപ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ടോ, ഇവിടുത്തെ ഒരു ക്ലോറിൻ എന്ത് ചെയ്തിരിക്കുന്നു? ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരുന്നല്ലോ, ഈ ഹൈഡ്രജൻ എന്ത് ചെയ്തു? ഇപ്പുറത്തോട്ട് പോയിട്ട് അവിടുത്തെ ക്ലോറിനുമായിട്ട് ചേർന്നു. അങ്ങനെയാണ് നമുക്കിവിടെ കണ്ടോ ഈ ഒരു രീതിയിൽ വന്നത്. നോക്കിയേ, ഇവിടെ കണ്ടോ ക്ലോറിൻ വന്നു, അതോടൊപ്പം ഇവിടെ ഫോം ചെയ്തത് എന്താണ്? HCl ആണ്. മനസ്സിലായല്ലോ? ഇമേജിലേക്ക് ഒന്നുകൂടി നോക്കാം, ഈസി ആയിട്ട് മനസ്സിലാവും, ശ്രദ്ധിക്കുക. ഒന്നുകൂടി നമുക്ക് പറയാം. CH4 അല്ലെങ്കിൽ മീഥെയ്ൻ ക്ലോറിനുമായിട്ട് ആദേശ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, ഇവിടുത്തെ ഈ ഒരു ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ പ്രോഡക്റ്റിന്റെ ഭാഗത്ത് ഒന്ന് കുറഞ്ഞു അല്ലെ. ആ ഹൈഡ്രജൻ എവിടെ പോയി? ആ ഹൈഡ്രജൻ ഒരു ക്ലോറിനോടൊപ്പം ചേർന്നു. ഇവിടെ 2 ക്ലോറിൻ ഇല്ലേ, 2 ക്ലോറിൻ ഒന്ന് ഇങ്ങോട്ട് വന്നു, Hന് പകരമായിട്ട് ചേർന്നു. അതോടൊപ്പം CH4-ലെ ഒരു H മറ്റുള്ള ഇവിടെ 2 ക്ലോറിൻ ഉണ്ടല്ലോ Cl, അപ്പൊ ഈ ഒരു Cl-ലുമായിട്ട് മീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? HCl ഫോം ചെയ്തു. അപ്പൊ അങ്ങനെ ഇവിടെ എന്താണ് ഇവിടെ നൽകിയിരിക്കുന്ന ഹൈഡ്രോ കാർബൺ CH4 ആയിരുന്നു. ഈ ഹൈഡ്രോ കാർബൺ ക്ലോറിനുമായിട്ട് എന്ത് ചെയ്തു? പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. എന്നിട്ട് നമുക്ക് എന്താണ് ഫോം ചെയ്തത്? ക്ലോറോമീഥെയ്ൻ ഫോം ചെയ്തു. ക്ലോറോമീഥെയ്ൻ കണ്ടോ, CH3Cl, ഇതാണ് എന്ത്? ക്ലോറോമീഥെയ്ൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ എത്തരത്തിലുള്ളത്? ഒരു സംയുക്തത്തിലെ ഒരാറ്റത്തിന് പകരം മറ്റൊരു ആറ്റമോ ആറ്റങ്ങളുടെ ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇതിപ്പോ ഒരു ഘട്ടമാണ് നമുക്ക് തന്നിട്ടുള്ളൂ. ഇവിടെ നോക്കിയാൽ നമ്മൾ പറഞ്ഞത് CH4 ആണ്. CH4 മീഥെയ്ൻ, ഇവിടെ 4 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട് അല്ലെ. അപ്പോ ഇത് ഒന്നാമത്തെ ഘട്ടത്തിൽ ഒരു ഹൈഡ്രജനെ മാത്രമല്ലേ ഇത് റീപ്ലേസ് ചെയ്തുള്ളൂ അല്ലെങ്കിൽ ആദേശം ചെയ്തുള്ളൂ. ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോ കണ്ടോ, രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോ ഘട്ടം 2 എന്ന് പറയുമ്പോൾ ഘട്ടം 1-ൽ ഫോം ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്താണ്? നോക്കിയേ, CH3Cl ആണ്. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കണ്ടോ, CH3Cl എന്നതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. കാർബൺ 3 ഹൈഡ്രജൻ ഇവിടെ ഓൾറെഡി ആദേശം ചെയ്ത ഘട്ടം 1-ൽ നമുക്ക് പ്രോഡക്റ്റ് ആയി കിട്ടിയിരിക്കുന്നതാണ് ഇത്. അത് വീണ്ടും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു ഹൈഡ്രജനെ ആദേശം ചെയ്തു പോയിട്ട് ഇവിടെ എന്ത് ചെയ്തു? ക്ലോറിൻ കയറിയിരുന്നു. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്തു? അടുത്ത ക്ലോറിന്റെ ഒപ്പം ചേർന്നിട്ട് HCl ആണ് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഫോം ചെയ്ത പ്രോഡക്റ്റ് എന്താണ്? CH2Cl plus HCl ആണ്.
ഇന്ന് നോക്കിയേ ഘട്ടം 3. ഘട്ടം 3 എന്ന് പറയുമ്പം ഈ ഒരു CH2Cl ആണ് ഇവിടെ റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. കണ്ടല്ലോ, CH2Cl വീണ്ടും ക്ലോറിനുമായി റിയാക്ട് ചെയ്തിട്ട് അടുത്ത ഒരു ഹൈഡ്രജനെ ആദേശം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. കണ്ടല്ലോ, അപ്പൊ ഇവിടെ എന്ത് വന്നു? 3 ക്ലോറിൻ വന്നില്ലേ ഇപ്പോ? കണ്ടോ, CHCl3 + HCl. ഇനി 4ാമത്തെ ഘട്ടത്തിലേക്ക് പോവാം. 4ാമത്തെ ഘട്ടത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? കണ്ടോ, ഇവിടെ 3ാമത്തെ ഘട്ടത്തിൽ ഫോം ചെയ്ത CHCl3 വീണ്ടും ക്ലോറിനുമായി റിയാക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടുത്തെ ഈ H ഇല്ലാതായി അല്ലെ. അപ്പൊ CCl4 പ്ലസ് ഇവിടുത്തെ 2 ക്ലോറിൻ ഇല്ലേ, ഒരു ക്ലോറിൻ എന്ത് ചെയ്തു? ഇവിടുന്ന് പോയ ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്ത് HCl, CCl4 അല്ലെ കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ് നമുക്ക് ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുകയാണ്. ഈഥെയ്ൻ. ഈഥെയ്ൻ എന്ന് പറയുമ്പോൾ CH3CH3 അല്ലെങ്കിൽ C2H6 ക്ലോറിനുമായി ആദേശ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാവുന്ന സംയുക്തങ്ങൾ ഏതൊക്കെയാണ് എന്ന് സമവാക്യം എഴുതണം. അപ്പൊ നോക്കിയേ, C2H6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ അത്രയും ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോകണം. അതുകൊണ്ടാണ് ഇവിടെ 6 ഘട്ടങ്ങൾ ഉണ്ടായത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓരോ C2H6 അല്ലെങ്കിൽ ഈഥെയ്നോടൊപ്പം ക്ലോറിൻ റിയാക്ട് ചെയ്തിട്ട് ബൈ പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്യുന്നു. ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഒരു ബൈ പ്രോഡക്റ്റ്, ആദ്യത്തെ ഘട്ടത്തിൽ ഫോം ചെയ്യുന്ന ഈ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് 2ാമത്തെ ഘട്ടത്തിൽ റിയാക്ഷന് വിധേയമാവുന്നത്. 2ാമത്തെ ഘട്ടത്തിൽ വന്നിട്ടുള്ള ബൈ പ്രോഡക്റ്റ് ആണ് മൂന്നാമത്തെ ഘട്ടത്തിൽ റിയാക്ഷന് വിധേയമാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഫൈനലി ഈഥെയ്ൻ ക്ലോറിനുമായി ആദേശ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഏറ്റവും ഫൈനൽ ആയിട്ട് നമുക്ക് ഫോം ചെയ്യുന്നത് C2Cl6 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. ഓരോ ഘട്ടത്തിലും ഹൈഡ്രജന്റെ എണ്ണം ഇവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ക്ലോറിന്റെ കൗണ്ട് ആണെങ്കിൽ കൂടി വരികയായിരിക്കും ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പൊ ഇനി 2ാമത്തെ റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്, അഡീഷൻ രാസപ്രവർത്തനം അല്ലെങ്കിൽ അഡീഷൻ റിയാക്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ എന്താണ് ഏകബന്ധനമുള്ള കോമ്പൗണ്ടുകളിലാണ് എന്ത് ചെയ്തത്? ഈ ഒരു റിയാക്ഷൻ നടന്നത് അല്ലെ. ഏകബന്ധനമാണ് നമ്മളിവിടെ കണ്ടതെല്ലാം ഏകബന്ധനമാണ്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് ഏകബന്ധനമുള്ള കാര്യങ്ങളിലാണ് ആദേശ രാസപ്രവർത്തനം നടന്നത്. ശ്രദ്ധിച്ചല്ലോ നിങ്ങളത്. ഇനി 2ാമത്തെ റിയാക്ഷൻ നടക്കാനായിട്ട് പോവുകയാണ്. 2ാമത്തെ റിയാക്ഷൻ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അഡീഷൻ രാസപ്രവർത്തനമാണ്. അഡീഷൻ രാസപ്രവർത്തനം നടക്കുന്നത് അപൂരിത ഹൈഡ്രോ കാർബണുകളിലാണ്. കണ്ടോ, അപൂരിതം എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള കോമ്പൗണ്ടുകൾ. അപ്പൊ അപൂരിത ഹൈഡ്രോ കാർബണുകളിലാണ് അഡീഷൻ രാസപ്രവർത്തനം നടക്കുകയുള്ളൂ. ഇപ്പൊ ഡബിൾ ബോണ്ടുള്ളതിനെ നമ്മൾ എന്ത് പറയും? ഈഥീൻ എന്നും, അതുപോലെ ട്രിപ്പിൾ ബോണ്ടുള്ള ഇതിനെ ഈ ഒരു കോമ്പൗണ്ടിനെ എന്ത് പറയും? ഈഥൈൻ എന്നും പറയും അല്ലെ. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ വൈ ആണ് ചേർക്കേണ്ടത്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഇ ആണ് ചേർക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഉയർന്ന താപനിലയിൽ നിക്കൽ എന്ന ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റ്, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ കാറ്റലിസ്റ്റിനെ ചേർക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ ഒരു റിയാക്ഷന്റെ വേഗത വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ ഉയർന്ന താപനിലയിൽ നിക്കൽ ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ, നിക്കൽ എന്ന ഉൾപ്രേരകത്തിന്റെ സാന്നിധ്യത്തിൽ ഈഥീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈഥീൻ ഡബിൾ ബോണ്ട് ഉള്ളതാണ്. കണ്ടോ, ഡബിൾ ബോണ്ട് ഈഥീൻ ആണ്. കണ്ടോ, ETHENE സ്പെല്ലിംഗ് മാത്രമാണ് അവിടെ വ്യത്യാസം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇപ്പൊ ഈഥീൻ ഹൈഡ്രജനുമായി പ്രവർത്തിക്കുന്നതിന്റെ രാസസമവാക്യമാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ള സംയുക്തങ്ങളാണ് അവിടെ രാസപ്രവർത്തനത്തിന് വിധേയമാകുന്നത്. അപ്പൊ നോക്കിയേ, C2H4 ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യാണ്. നിക്കൽ അവിടെ കാറ്റലിസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കണ്ടോ, ഇവിടെയുള്ള ഹൈഡ്രജൻ, ഇതല്ലേ നമ്മുടെ ഹൈഡ്രജൻ, ഉണ്ടോ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലെ. ഒരു ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യും? ഈ ഡബിൾ ബോണ്ടിന്റെ ഇപ്പുറത്ത് വന്നിട്ട് ചേരും. അതുപോലെ മറ്റു ഹൈഡ്രജൻ ആറ്റം ഈ ഡബിൾ ബോണ്ടിന്റെ അപ്പുറം ഇപ്പുറം മാത്രമാണ് വന്ന് ചേരുള്ളൂ കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ടോ അങ്ങനെ വന്ന് ചേരുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു ഡബിൾ ബോണ്ട് ഇല്ലേ, അത് ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അതാണ് ഇവിടുത്തെ ഡിഫറൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നോക്കിയേ, ഈഥീനിലെ കാർബൺ ദ്വിബന്ധനത്തിന് എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ദ്വിബന്ധനം മാറിയിട്ട് ഏകബന്ധനമായിട്ട് വന്നു അല്ലെ, നമ്മൾ കണ്ടു ഏകബന്ധനമായിട്ട് വന്നു. ഇവിടെ ലഭിച്ച ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? CH3 അല്ലെങ്കിൽ ഈഥെയ്ൻ ആണ്. കണ്ടോ, ഇവിടെ സിംഗിൾ ബോണ്ട് ആണ് വന്നത്, അപ്പൊ ഈഥെയ്ൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ C2H6 നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത് പൂരിതമാണോ അപൂരിതമാണോ? പൂരിതമാണ് അല്ലെ. അതായത് സിംഗിൾ ആയിട്ടുള്ള ബോണ്ടേ ഉള്ളൂ. സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ് പൂരിതം എന്ന് പറയുന്നത്. അപൂരിതം എന്ന് പറഞ്ഞാലോ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളതാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ഭാഗത്തോട്ട് പോവാം. ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റ് ചില തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് അഡീഷൻ രാസപ്രവർത്തനം. മനസ്സിലാക്കുക. ദ്വിബന്ധനം എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട്. ദ്വിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള അപൂരിത ഓർഗാനിക് സംയുക്തം. അപൂരിതം എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് വരുന്ന സംയുക്തങ്ങൾ.
അപ്പൊ അപൂരിത ഓർഗാനിക് സംയുക്തങ്ങൾ മറ്റു ചില തന്മാത്രകളുമായി ചേർന്ന് പൂരിത സംയുക്തങ്ങൾ സിംഗിൾ ബോണ്ടുള്ള സംയുക്തങ്ങളായി മാറുന്ന പ്രവർത്തനത്തെയാണ് എന്ന് പറയുന്നത് അഡീഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ത്രിബന്ധനമുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ ഭാഗികമായി ചെറുതന്മാത്രകളായി ചേർന്ന് ദ്വിബന്ധനമുള്ള സംയുക്തങ്ങൾ ഉണ്ടാവുന്ന പ്രവർത്തനങ്ങളും അഡീഷൻ രാസപ്രവർത്തനമാണ്. അത് നമ്മൾ ഇവിടെ അടുത്തൊരു എക്സാമ്പിൾ പഠിക്കും. അപ്പൊ നമുക്ക് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, ട്രിപ്പിൾ ബോണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതാണ് സംഭവം. CH ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ് വന്നേക്കുന്നത്. ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ട്രിപ്പിൾ ബോണ്ട്. ഈ ഒരു സംഭവം തന്നെയാണ് ഈ രീതിയിൽ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം, CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് ഹൈഡ്രജൻ എന്നുള്ള രീതിയിലാണ്. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഇതിലെ ഒരു ഹൈഡ്രജൻ എങ്ങോട്ട് വരും? കണ്ടോ, ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ ഈ ഒരു Hനോടൊപ്പം ചേരും. രണ്ടാമത്തെ ഹൈഡ്രജൻ അടുത്ത Hനോടൊപ്പം ചേരും. അതായത് ട്രിപ്പിൾ ബോണ്ടിന്റെ അപ്പുറയും ഇപ്പുറയുമുള്ള കണ്ടോ CH ട്രിപ്പിൾ ബോണ്ട് CH എന്നാണ്. അപ്പൊ ഇവിടുത്തെ ഒരു H2 എന്ന് പറയുമ്പോൾ 2H ഉണ്ട് അല്ലെ, 2H. ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും വന്നു ചേരും, അടുത്ത ഹൈഡ്രജൻ ഇങ്ങോട്ടും വന്നു ചേരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ട്രിപ്പിൾ ബോണ്ട് മാറിയിട്ട് എന്തായി മാറും അറിയാമോ? ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ഇവിടെയും ഒരു ഹൈഡ്രജൻ വന്നു. ഇതിന്റെ ഇടയ്ക്കുള്ള ബോണ്ട് ഡബിൾ ബോണ്ടായി മാറും. അതാണ് മുകളിൽ പറഞ്ഞത്. ത്രിബന്ധനമുള്ള ഓർഗാനിക് സംയുക്തങ്ങൾ ഭാഗികമായി ചെറു തന്മാത്രകളായി ചേർന്ന് ദ്വിബന്ധനമുള്ള സംയുക്തങ്ങൾ ഉണ്ടാവുന്ന പ്രവർത്തനവും എന്തൊരു ഉദാഹരണം തന്നെ? അഡീഷൻ രാസപ്രവർത്തനത്തിന് ഉദാഹരണം തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ ആയല്ലോ? അപ്പൊ നോക്കിക്കേ, ഇനി അടുത്തൊരെണ്ണം നോക്കാം. നമുക്കിവിടെ ബോക്സിൽ തന്നിരിക്കുന്നത് CH3 CH CH2 H2. ഇവിടെ കണ്ടോ, ഡബിൾ ബോണ്ടാണ് അല്ലെ, ഡബിൾ ബോണ്ടാണ്. അപ്പൊ ഈ ഡബിൾ ബോണ്ടിന് എന്ത് മാറ്റമാണ് വരിക? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ആണെങ്കിൽ അത് അഡീഷൻ രാസപ്രവർത്തനമാണ് അവിടെ നടക്കുന്നതെന്ന് ആലോചിക്കാം. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇതിലും ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. നോക്കാം നമുക്ക് എങ്ങനെ നടക്കുന്നു. ഇവിടെ ചേരുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഓക്കെ. അപ്പൊ നമുക്ക് എവിടെ ചേരും? ഈ ഹൈഡ്രജൻ എവിടെയാ ചേരുക? ഡബിൾ ബോണ്ടിന്റെ അപ്പുറയും ഇപ്പുറയുമുള്ള ഹൈഡ്രജനോടൊപ്പം, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്താണ് ചേരുക. അപ്പൊ ഇവിടെ കണ്ടോ, 2 ഹൈഡ്രജൻ ഉണ്ട്. ഒരു ഹൈഡ്രജൻ വന്നിട്ട് ഈ CHനൊപ്പം ചേരും, അടുത്ത ഹൈഡ്രജൻ ഈ CH2ന്റെ ഒപ്പം ചേരും. ആ സമയത്ത് ഡബിൾ ബോണ്ട് എന്തായി മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ എങ്ങനെ വന്നു? CH3 CH2 CH3. ഇവിടെ എന്തായി മാറി? അത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി. അപ്പൊ ഇതിന്റെ IUPAC നാമം എന്താണ്? മെത്ത്, എത്ത്, പ്രൊപ്പ്. അതുപോലെ ഇതെന്താണ്? ആൽക്കെയിൻ ആണ്. സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പൊ പ്രൊപ്പൈൻ എന്ന് വരും. ഇനി അടുത്തത് ഡബിൾ ബോണ്ട് വന്നിരിക്കുന്ന മറ്റൊരു സംഭവം HCl ആണ് ചേരുന്നത്. അപ്പോഴോ എന്താ ചെയ്യുന്നത്? ഒരു ഹൈഡ്രജൻ ആദ്യത്തെ CH2നൊപ്പം ചേരും, ക്ലോറിൻ രണ്ടാമത്തെ CH2നൊപ്പം ചേരും. പിന്നെയോ ഇതിന്റെ ഡബിൾ ബോണ്ട് മാറി ഇവിടെ എന്തായി മാറും? സിംഗിൾ ബോണ്ട് ആയിട്ട് മാറും. അപ്പൊ CH3 CH2 Cl എന്നായിട്ട് മാറും. ഇനി നോക്കിയേ, ഇവിടെ കണ്ടോ ക്ലോറിൻ വന്നിട്ടില്ലേ? അപ്പൊ നമ്മൾ നമ്പർ കൊടുത്ത് വേണ്ടേ എഴുതാൻ. അങ്ങനെ വരുമ്പോൾ 2 കാർബൺ ആറ്റമാണ്, സിംഗിൾ ബോണ്ട് ആണ്. അപ്പോ നമുക്കറിയാം അത് ഈഥെയിൻ ആണെന്ന്. ഇവിടെ ക്ലോറിൻ വന്നോണ്ട് ക്ലോറോ ഈഥെയിൻ എഴുതാലോ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, CH3 CH CH CH3 HBr എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ കണ്ടോ, ഈ HBr എന്ന് പറയുന്ന ഇതിലെ ഹൈഡ്രജൻ ആദ്യത്തെ ഇവിടെ CHന്റെ ഒപ്പം ചേരും, രണ്ടാമത്തെ Br അല്ലെ ബ്രോമിൻ എന്ന് പറയുന്നത് അടുത്ത CHന്റെ ഒപ്പം ചേരും. അപ്പൊ ഉൽപ്പന്നം എന്തായി മാറി? CH3. നോക്കിയേ, ഇവിടെയോ ഹൈഡ്രജന്റെ എണ്ണം കൂടി, CH2 സിംഗിൾ ബോണ്ടായി മാറി, ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടായി മാറി. എന്നിട്ടോ ഈ CHന്റെ കൂടെ എന്ത് ചെയ്തു? ബ്രോമിനും കൂടി ആഡ് ചെയ്തു. പിന്നെ അടുത്ത CH3 അതുപോലെ എഴുതി. ഇനി നമുക്ക് ഈ നമ്പർ കൊടുക്കണ്ടേ? മൊത്തം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4. അപ്പൊ ബ്യൂട്ടൈൻ ആണെന്നുള്ളത് അറിയാം, സിംഗിൾ ബോണ്ട് ആണ്, ബ്യൂട്ടൈൻ ആണ്. പിന്നെ ഇവിടെ ബ്രോമിൻ വന്നിട്ടുണ്ട്. ബ്രോമിൻ നമ്പർ കൊടുക്കുമ്പോൾ ലെഫ്റ്റിൽ നിന്ന് അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ട് വേണം നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ 2 എന്ന നമ്പർ കിട്ടും. ആണല്ലോ, മനസ്സിലായല്ലോ? ഇവിടുന്ന് ഇങ്ങോട്ട് വേണ്ടേ നമ്പർ കൊടുക്കാൻ. ബ്രോമിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടണം അല്ലെ. അതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, ബേസ് നമുക്ക് അറിയാലോ. അപ്പൊ അങ്ങനെയാണ് ഈ 2 വന്നത്. 2 ബ്രോമോ ബ്യൂട്ടൈൻ. ഈസി ആണല്ലോ. ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വന്നോ? ഇല്ല. ഇനി അടുത്തത് പോളിമറൈസേഷൻ. പോളി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മെനി എന്നാണ് അല്ലെ. പോളി എന്ന വാക്കിന്റെ അർത്ഥം അതായത് ലഘുവായിട്ടുള്ള അനേകം തന്മാത്രകൾ ഒന്നിച്ചു ചേർന്ന് സങ്കീർണ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനം. അതിനെയാണ് എന്ത് പറയുന്നത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലഘുവായിട്ടുള്ള അനേകം തന്മാത്രകൾ ഒന്നു ചേരുന്നു എന്ന് പറഞ്ഞാൽ ലഘു തന്മാത്രകളെ നമ്മൾ വിളിക്കുന്നത് മോണോമർ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ മോണോമർ കൂടി ചേർന്നാണ് എന്തുണ്ടാവുന്നത്? പോളിമർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഈസി അല്ലേ? അപ്പോ പോളിമറൈസേഷൻ 2 ടൈപ്പ് ഉണ്ട്. അതായത് അഡീഷൻ പോളിമറുകളും ഉണ്ട്, അതുപോലെ കണ്ടൻസേഷൻ പോളിമറും ഉണ്ട്. അത് രണ്ടും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് അഡീഷൻ പോളിമർ എന്താണെന്നുള്ളത് നോക്കാം. അഡീഷൻ പോളിമറുകൾ ഉണ്ടാവുന്നത് മോണോമറുകളുടെ ആവർത്തിച്ചുള്ള അഡീഷൻ പ്രവർത്തനം വഴിയാണ്. മോണോമറുകൾ ആവർത്തിച്ച് ആഡ് ഓൺ ചെയ്ത് ഉണ്ടാവുന്നതാണ് എന്ത്? അഡീഷൻ പോളിമറുകൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈഥീൻ തന്മാത്രകൾ തമ്മിൽ അഡീഷൻ പോളിമറൈസേഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഉൽപ്പന്നം ഏതാണെന്ന്.
കണ്ടോ? അപ്പൊ ഇവിടുത്തെ മോണോമർ ഏതാണ്? ഈഥീൻ. മോണോമറുകൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പോളിമറുകൾ ഉണ്ടാവുന്നത്. അപ്പൊ മോണോമർ ഏതാണോ ആ വാക്കിന്റെ കൂടെ പോളി എന്ന് ചേർത്താൽ എന്തായി? പോളിമറായി. അപ്പൊ നോക്കിയേ, മോണോമർ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് കണ്ടോ? ഇതാണ് മോണോമർ. NCH2CH2 ഈഥീൻ എന്ന് പറഞ്ഞാൽ n നമ്പർ ഓഫ് ഒരുപാട് ഈഥീൻ ചേർന്നിട്ടാണ് പോളി ഈഥീൻ ഉണ്ടാവുന്നത്. അത് കാണിക്കാനാണ് ഈ n ഇട്ടിരിക്കുന്നത് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അനേകം n കൂടി ചേർന്ന് n നമ്പർ ഓഫ് ഈഥീൻ കൂടി ചേർന്നിട്ടാണ് പോളി ഈഥീൻ ഉണ്ടായിരിക്കുന്നത്, അല്ലെ പോളിത്തീൻ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു റിയാക്ഷന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതുന്ന അറിയാമോ? ഇവിടെ കണ്ടോ, നോക്കാം, ശ്രദ്ധിക്കുക. CH2 ഡബിൾ ബോണ്ട് CH2 എന്നാണ് അല്ലെ? ശ്രദ്ധിക്കണേ, CH2 ഡബിൾ ബോണ്ട് CH2 എന്നാണല്ലോ. അപ്പൊ ഇത് റിയാക്ഷൻ അല്ലേ? നമ്മൾ ഇവിടെ n തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇതെന്താണ്? മോണോമർ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിന്റെ റിയാക്ഷൻ നടന്ന് പോളിമർ ഉണ്ടാവുകയാണ്. പോളിമർ ഉണ്ടാവുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാല് CH2 നമ്മൾ അതുപോലെ കൊടുക്കുന്നു, അതിന്റെ ഇടയിലുള്ള ബോണ്ട് സിംഗിൾ ബോണ്ട് ആക്കി കൊടുക്കുന്നു. ഓക്കെ. എന്നിട്ട് ഈ ഒരു ബോണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുക. അതായത് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു, n നമ്പർ ഓഫ് ടൈംസ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ ഇവിടെ ഒരു ഡാഷും ഈ ഒരു ബ്രാക്കറ്റും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഈ രീതിയിലാണ് നമ്മൾ പോളിമറൈസേഷൻ എഴുതുന്നത്. ഇവിടുത്തെ മോണോമറിന്റെ പേര് ഈഥീൻ എന്നും പോളിമറിന്റെ പേര് പോളി ഈഥീൻ എന്നുള്ളതുമാണ്. പോളി ഈഥീനെയാണ് നമ്മൾ എന്ത് പറയുക? പോളിത്തീൻ എന്ന് പറയുന്നത്. ഇനി പ്ലാസ്റ്റിക് പൈപ്പുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ആണ് പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC എന്ന് പറയുന്നത്. പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പൊ ഇത് കണ്ടോ, ഇതും എന്താണ്? ഇതും ഒരു പോളിമർ ആണ്, പോളിവിനൈൽ ക്ലോറൈഡ്. അപ്പൊ വിനൈൽ ക്ലോറൈഡ് ആണ് അവിടുത്തെ എന്ത്? മോണോമർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് വിനൈൽ ക്ലോറൈഡിന്റെ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. പോളിവിനൈൽ ക്ലോറൈഡ് നമ്മളോട് വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോക്കാം നമുക്ക്. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് വിനൈൽ ക്ലോറൈഡ്. കണ്ടോ, ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? വിനൈൽ ക്ലോറൈഡ് എന്നുള്ളത്. അപ്പൊ അത് റിയാക്ഷന് വിധേയമായിട്ട് അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്ത് വിനൈൽ ക്ലോറൈഡുകൾ ആഡ് ഓൺ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടാവുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതെങ്ങനെ എഴുതും? കണ്ടോ, CH2 ഡബിൾ ബോണ്ട് CH2 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം? നമ്മൾ ഈ ഡബിൾ ബോണ്ടിനെ ഇങ്ങോട്ട് കളഞ്ഞിട്ട് ഇവിടെ എന്താക്കി മാറ്റണം? ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് മതി കേട്ടോ. ഇവിടെ ഒരു സിംഗിൾ ബോണ്ട് മതി. എന്നിട്ട് CHCl ഈ രീതിയിൽ എഴുതുന്നു. ഈ ഡബിൾ ബോണ്ട് ഇപ്പറേ ഇങ്ങോട്ട് കൊടുത്തേക്കാം. എന്നിട്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണം, n കൊടുക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ഈ വിനൈൽ ക്ലോറൈഡ് നമ്പർ ഓഫ് ടൈംസ് ആഡ് ഓൺ ചെയ്താണ് പോളിവിനൈൽ ക്ലോറൈഡ് ഉണ്ടാവുന്നത്. അപ്പോൾ മോണോമറിന്റെ സ്ട്രക്ചർ നമുക്ക് അറിയാമെങ്കിൽ ഈ പോളിമറിന്റെ സ്ട്രക്ചർ വരയ്ക്കാൻ വളരെ ഈസി ആയിട്ടുള്ളതാണ്. അപ്പോ ഇനി അടുത്തത് നോക്കിയേ, നോൺ സ്റ്റിക്ക് പാചക പാത്രങ്ങളുടെ ഉൾപ്രതലത്തിലെ ആവരണം ഉണ്ടാക്കാൻ ടെട്രാഫ്ലൂറോ ഈഥൈൻ അല്ലെ, ടെട്രാഫ്ലൂറോ ഈഥൈനിൽ നിന്ന് നിർമ്മിക്കുന്ന പോളിമർ ആയിട്ടുള്ള പോളി ടെട്രാഫ്ലൂറോ ഈഥീൻ ഉപയോഗിക്കുന്നു. ഈ പോളി ടെട്രാഫ്ലൂറോ ഈഥീനെയാണ് എന്ത് പറയുന്നത്? ടെഫ്ലോൺ എന്ന് പറയുന്നത്. ടെഫ്ലോൺ. അപ്പൊ നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. നോക്കി, ഇവിടെ കണ്ടോ, ഇവിടെ ടെട്രാഫ്ലൂറോ ഈഥീൻ തന്നിട്ടുണ്ട്. കണ്ടല്ലോ, CF2 ഡബിൾ ബോണ്ട് CF2 നമ്പർ ഓഫ് ടൈംസ് ആഡ് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് പോളിമർ കിട്ടുക. അപ്പൊ CF2 സിംഗിൾ ബോണ്ട് ആക്കി എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ അവിടെയുള്ള ഡബിൾ ബോണ്ട് ഈ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ കൊടുത്ത് ബ്രാക്കറ്റ് കൊടുത്ത് ഒരു n കൊടുക്കുക. ഓക്കെ. അപ്പൊ എന്തായി? അത് പോളിമറായി. ടെഫ്ലോണിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ബോക്സിൽ കുറച്ച് മോണോമറുകൾ തന്നിട്ടുണ്ട്. അതുകൂടാതെ പോളിമറുകളുണ്ട്, അതിന്റെ ഉപയോഗങ്ങളുണ്ട്. അപ്പൊ പോളിവിനൈൽ ക്ലോറൈഡ് ആണ് PVC പോളിമർ. അതിന്റെ മോണോമർ എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് കിട്ടും. എന്താണ്? വിനൈൽ ക്ലോറൈഡ് ആണെന്നുള്ളത് അല്ലെ. പോളിത്തീൻ ആണ് പോളിമർ. അതിന്റെ മോണോമർ എന്താണ്? ഈഥീൻ ആണ്. ഈഥീൻ. ഇനി ഐസോപ്രിൻ എന്തിന്റെ മോണോമർ ആണ്? എന്തിന്റെയാണ്? പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ. PYQ ആണ് കേട്ടോ. ഐസോപ്രിൻ എന്തിന്റെ മോണോമർ ആണ് എന്നുള്ളത്. ഇനി അടുത്തത് ടെട്രാഫ്ലൂറോ ഈഥീൻ എന്താണ്? ടെഫ്ലോൺ ആണ്. ടെഫ്ലോണിന്റെ മോണോമർ ആണ്. അതുപോലെ ആക്രിലോ നൈട്രൈൽ അല്ലെങ്കിൽ വിനൈൽ സയനൈഡ് എന്ന് പറയുന്നത് ഓർലോണിന്റെ പോളിമർ ആണ്. അപ്പൊ എന്താണ് ഈ ഓർലോൺ? ഇതിന്റെ ഉപയോഗം എന്താണ്? കൃത്രിമ നാരുകളുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന പോളിമർ ആണ് ഓർലോൺ. അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കണം. PVCയുടെ ഉപയോഗം നമുക്കറിയാം. പൈപ്പ്, പ്ലാസ്റ്റിക്, ഫർണിച്ചർ, വൈദ്യുത ചാലകങ്ങളുടെ ആവരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതാണ്. കൊളുത്തിനാണെങ്കിലോ ടാർപോളിൻ ഷീറ്റുകൾ, ക്യാരി ബാഗുകൾ തുടങ്ങിയവയുടെ നിർമ്മാണം. പ്രകൃതിദത്ത റബ്ബർ ആണെങ്കിൽ ടയറുകളുടെ നിർമ്മാണത്തിനൊക്കെയാണ്. ടെഫ്ലോൺ അറിയാലോ, നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഉൾപ്രതലത്തിന്റെ ആവരണമാണ് ടെഫ്ലോൺ. ഇനി ഓർലോൺ ആണെങ്കിൽ കൃത്രിമ നാരുകളുടെ നിർമ്മാണം. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞല്ലോ, പോളിമറുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്. പോളിമർ രണ്ട് ടൈപ്പിൽ വരുന്നത് ഒന്ന് എന്താണ്? അഡീഷൻ പോളിമറും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടൻസേഷൻ പോളിമറും ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് കണ്ടൻസേഷൻ പോളിമർ ആണ്. കണ്ടൻസേഷൻ പോളിമറിലൂടെ ഫോം ചെയ്യുന്ന ഒരു സംഭവമാണ് നൈലോൺ 66. നൈലോൺ 66 ഒരു കണ്ടൻസേഷൻ പോളിമർ ആണ്. അപ്പൊ അതിന്റെ നിർമ്മാണത്തെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. നൈലോൺ 66ന്റെ നിർമ്മാണം എങ്ങനെയാണ്? അപ്പോ
നൈലോൺ 66 ഒരു കണ്ടൻസേഷൻ പോളിമർ ആണ് എന്ന കാര്യം ഓർക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അഡിപ്പിക് ആസിഡ് എന്താണ്? അഡിപ്പിക് ആസിഡും അതുപോലെ ഹെക്സാമെഥിലിൻ ഡൈഅമീനും അഡിപ്പിക് ആസിഡും ഉന്നത താപനിലയിലും മർദ്ദത്തിലും കണ്ടൻസേഷൻ പോളിമറൈസേഷന് വിധേയമാകുമ്പോഴാണ് നൈലോൺ 66 ഉണ്ടാവുന്നത്. അപ്പൊ കണ്ടൻസേഷൻ പോളിമറിലൂടെ ലഭിക്കുന്ന ഒരു എന്താണ് പോളിമർ ആണ് നൈലോൺ 66 എന്ന് പറയുന്നത്. അഡിപ്പിക് ആസിഡും അതുപോലെ ഹെക്സാമെഥിലിൻ ഡൈഅമീനും കൂടെ ചേർന്നിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ചെറിയ രീതിയിൽ H2O തന്മാത്രകൾ നീക്കം ചെയ്യുന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പൊ നോക്കിയേ, കണ്ടോ, അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈഅമീനും കൂടി ചേർന്നിട്ടാണ് നൈലോൺ 66 ഫോം ചെയ്യുന്നത്. കണ്ടല്ലോ. അപ്പൊ ഇതും നമുക്ക് പഠിക്കണ്ട. ഈ നൈലോൺ 66 എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നമുക്ക് ചോദ്യ സാധ്യതയുള്ളതാണ്. അപ്പൊ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോണോമറുകൾ സംയോജിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ചെറിയ തന്മാത്രകളെ നീക്കം ചെയ്ത്. അപ്പൊ ഈ ഒരു പ്രോസസ്സ് നോക്കണേ. കണ്ടൻസേഷൻ പോളിമർ എങ്ങനെയാ വരുന്നത്? വ്യത്യസ്തമായിട്ടുള്ള മോണോമർ, അതായത് അഡിപ്പിക് ആസിഡും ചേർന്നിട്ടുണ്ട്, ഹെക്സാമെഥിലിൻ ഡൈഅമീനും ചേർന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള മോണോമറുകൾ സംയോജിച്ച് ചെറിയ തന്മാത്രകളെ, കണ്ടോ, ഇവിടെ ജലത്തെ നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ടോ, ചെറു തന്മാത്രയായ ജലം നീക്കം ചെയ്യുന്ന പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോ വ്യത്യസ്തമായ മോണോമറുകൾ സംയോജിച്ച് ചെറിയ തന്മാത്രകളെ നീക്കം ചെയ്ത് വലിയ സംയുക്തമായി മാറുന്ന പ്രവർത്തനത്തെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ എന്ന് പറയാം. ഇമ്പോർട്ടന്റ് ആണ്. ഇനി കണ്ടൻസേഷൻ പോളിമറൈസേഷന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന കുറച്ച് പോളിമേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടോ, അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈഅമീനും 2 മോണോമറുകളാണ് ഇവിടെ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ നൈലോൺ 66 നമുക്ക് കിട്ടും. വസ്ത്രങ്ങളെ, ചേർപ്പ്, ബ്രഷുകളുടെ നാര് അതൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി മോണോമറുകൾ ചേർന്നേക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അഡിപ്പിക് ആസിഡും അതുപോലെ അഡിപ്പിക് ആസിഡും അതുപോലെ ഹെക്സാമെഥിലിൻ ഡൈഅമീനും ചേർന്ന നൈലോൺ ഉണ്ടാവുന്നു. ഇനി നോക്കിയേ, ഫിനോളും ഫോൾമാൽഡിഹൈഡും ചേർന്നിട്ടാണ് ബേക്കലൈറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ബേക്കലൈറ്റിന്റെ പേര് നോക്കിയേ, ഫിനോൾ ഫോൾമാൽഡിഹൈഡ് റെസിൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് എന്തായാലും ഫിനോൾ ഫോൾമാൽഡിഹൈഡ് റെസിൻ എന്നായിരിക്കില്ല ചോദിക്കുക. കാരണം ആ പേര് കേട്ടാൽ തന്നെ നമുക്ക് അതിലെ മോണോമറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ബേക്കലൈറ്റിലെ മോണോമറുകൾ ഏതൊക്കെയാണ് എന്ന ചോദ്യം പ്രതീക്ഷിക്കാം. നൈലോൺ 66ലെ മോണോമറുകൾ ഏതൊക്കെയാണ്? പോളിയെസ്റ്ററിലെ മോണോമറുകൾ ഏതൊക്കെയാണ്? എഥിലീൻ ഗ്ലൈക്കോൾ, അതുപോലെ ടെറിത്താലിക് ആസിഡ്. ഇനി ഇതിന്റെ യൂസസ് കൂടി നോക്കണം. അപ്പോ ബേക്കലൈറ്റിന്റെ നമുക്കറിയാം എന്താണ്? പ്രഷർ കുക്കറിന്റെ കൈപ്പിടി അല്ലെ, അതുപോലെ സ്വിച്ചുകള്, പ്ലഗുകള് ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി പോളിയെസ്റ്റർ ആണെങ്കിലോ ടാർപോളിൻ ഷീറ്റ്, കുപ്പികള്, വസ്ത്രങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ, ഈ രീതിയിൽ തന്നെ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നൈലോൺ 66ന്റെ മോണോമറുകൾ ഏതൊക്കെയാണ്? അഡിപ്പിക് ആസിഡും ഹെക്സാമെഥിലിൻ ഡൈഅമീനും ആണ്. ഫിനോളും ഫോൾമാൽഡിഹൈഡും കണ്ടൻസേഷൻ പോളിമറൈസേഷന് വിധേയമാകുമ്പോൾ ലഭിക്കുന്ന പോളിമർ ഏത്? ഈ രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചോളൂ. ബേക്കലൈറ്റ്. ഓപ്ഷനിൽ ബേക്കലൈറ്റ് എന്നായിരിക്കും. ഓക്കെ. പിന്നെ പോളിയെസ്റ്ററിന്റെ മോണോമറുകളുടെ പേര് എന്തൊക്കെയാണ്? എഥിലീൻ ഗ്ലൈക്കോളും അതുപോലെ ടെറിത്താലിക് ആസിഡും. മാച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളോട് ചോദിക്കാം. ഓക്കെ. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു. താപീയ വിഘടനം. അത് കഴിഞ്ഞ് ജ്വലനം കൂടിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ്. വായുവിന്റെ അസാന്നിധ്യത്തിൽ ശ്രദ്ധിക്കണം. വായുവിന്റെ അസാന്നിധ്യത്തിൽ പ്രൊപ്പൈൻ ചൂടാക്കുമ്പോൾ നടക്കുന്ന പ്രവർത്തനത്തിന്റെ സമവാക്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടോ, പ്രൊപ്പൈനെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുകയാണ്, താപം കൊടുക്കുകയാണ്. അപ്പൊ ഇവിടെ 2 പ്രോഡക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH4 ആണ്, ഏകബന്ധനമാണ്. അതുപോലെ കണ്ടോ, ഒരു ദ്വിബന്ധനം ഉള്ള ഒരു സംയുക്തം കൂടി ഫോം ചെയ്തിട്ടില്ലേ? C2H4 കൂടി ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പ്രൊപ്പൈനെ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കിയാണ്, അതാണ് ചെയ്തത്. അപ്പൊ ഇവിടെ കണ്ടോ, പ്രവർത്തന ഫലമായിട്ടുണ്ടായ സംയുക്തങ്ങൾ ഏതൊക്കെയാണ്? CH4 ഉണ്ടായി, CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ടായി. ഇതില് CH4 എന്ന് പറയുന്നത് പൂരിതമാണ്. അപൂരിത സംയുക്തം ഏതാണ്? ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളതാണ് എന്ത്? അപൂരിതം എന്ന് പറയുന്നത്. CH2 ഇതെന്താണ്? അപൂരിത സംയുക്തം. അപ്പൊ നോക്കിക്കേ, എന്താണ് താപീയ വിഘടനം? തന്മാത്രാഭാരം കൂടുതലുള്ള ചില ഹൈഡ്രോ കാർബണുകൾ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ അവ വിഘടിച്ച് തന്മാത്രാഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഈ പ്രവർത്തനത്തെ താപീയ വിഘടനം എന്ന് പറയാം. അങ്ങനെയെങ്കിൽ താപീയ വിഘടനത്തിന് കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം. നോക്കിയേ, CH3 CH2 എന്താ പറഞ്ഞത്? തന്മാത്രാഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളായി മാറുന്നു. ഏത്? തന്മാത്രാഭാരം കൂടുതലുള്ള സംഭവങ്ങളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. കണ്ടോ, അപ്പോ ഇവിടെ 4 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെയോ നമ്മുടെ റിയാക്ഷൻ കഴിഞ്ഞു വരുമ്പോൾ ഇവിടെയും എന്ത് വേണം? 4 കാർബൺ ആറ്റം വേണം. അപ്പൊ നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ 1, 2, 3 കാർബൺ ആറ്റം ഉണ്ട്, ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞ എന്താണ്? വിഘടനത്തിന്റെ റിസൾട്ട് ആയിട്ട് ഒരു ഡബിൾ ബോണ്ട് ഉള്ള ഒരു പ്രോഡക്റ്റും ഒരു സിംഗിൾ ബോണ്ട് ഉള്ള പ്രോഡക്റ്റും ആണ് ഫോം ചെയ്യുന്നത്.
അപ്പൊ ഓൾറെഡി ഡബിൾ ബോണ്ട് ഉള്ളത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു. ഇനി സിംഗിൾ ബോണ്ട് ഉള്ളതാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ നോക്കിയാൽ മൊത്തം 3 കാർബൺ ആറ്റം ആണ് റിസൾട്ടിന്റെ ഭാഗത്തുള്ളത് അല്ലെ. അപ്പൊ മൊത്തം 4 കാർബൺ ആറ്റം വേണം. അപ്പൊ ഓക്കെ, ഒരു കാർബൺ ആറ്റം ഇനി നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. അത് കൂടാതെ ഹൈഡ്രജന്റെ എത്ര എണ്ണം വേണം നോക്കിക്കേ. ഒരു കാർബൺ ആറ്റം നമ്മളിവിടെ കൊടുത്തു. ഇനി മൊത്തം ഇവിടെ 3, 2, 5, 6, 7, 10 ഹൈഡ്രജൻ ആറ്റം ആണ് റിയാക്ടന്റിന്റെ സൈഡിലുള്ളത്. അപ്പൊ പ്രോഡക്റ്റിന്റെ സൈഡിൽ എത്ര എണ്ണം വേണം? 10 ഹൈഡ്രജൻ ആറ്റം വേണം. ഇവിടെ മൊത്തം ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? 3, 4, 5, 6 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് വേണം? CH4. കണ്ടോ പ്രോഡക്റ്റ് കിട്ടിയത്. ഇനി അടുത്തത് നോക്കിയേ, CH3, CH2, 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 CH3. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. തന്മാത്രാ ഭാരം കൂടിയിട്ടുള്ള സംയുക്തമാണ്. അപ്പൊ അത് താപീയ വിഘടനത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു ഡബിൾ ബോണ്ട് ഉള്ള ഒരു സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ 1, 2, 3, 4, 5 കാർബൺ ആറ്റം ഉള്ള ഒരു സംഭവമാണ്. അതിന് 2 കാർബൺ ആറ്റം നമുക്കിവിടെ പ്രോഡക്റ്റിന്റെ സൈഡിലുണ്ട്. ബാക്കി 3 കാർബൺ ആറ്റം കൂടി വേണം. അപ്പൊ C3 വന്നല്ലോ. ഇനി പ്രോഡക്റ്റിന്റെ സൈഡിൽ 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് അല്ലെ, 4 എണ്ണം. ഇവിടെയോ 3, 2, 5, 7, 9, 9, 3, 12. അപ്പൊ ഓൾറെഡി ഇവിടെ 4 ഉണ്ട്. അപ്പൊ ഇവിടെ Hന്റെ അടുത്ത് എന്ത് കൊടുക്കണം? 8 കൊടുക്കണം. കിട്ടിയല്ലോ, ഈസി അല്ലേ. ഇനി കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉൾപ്പെട്ട ഹൈഡ്രോ കാർബണുകൾ താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ കാർബൺ ചെയിൻ പല രീതിയിൽ വിഘടിക്കാനുള്ള സാധ്യതയുണ്ട്. താപീയ വിഘടനത്തിന്റെ ഫലമായി ഏതെല്ലാം ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്നത് താപനില, മർദ്ദം, വിഘടനത്തിന് വിധേയമാകുന്ന ഹൈഡ്രോ കാർബണുകളുടെ സ്വഭാവം എന്നിവയൊക്കെ ആശ്രയിച്ചിരിക്കും. പൂരിത ഹൈഡ്രോ കാർബണുകൾ താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ ഉണ്ടാവുന്ന സംയുക്തങ്ങളിൽ പൂരിതവും അപൂരിതവുമായിട്ടുള്ള ഹൈഡ്രോ കാർബണുകൾ കാണപ്പെടുന്നു. പൂരിതമായ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് ഉള്ള ഹൈഡ്രോ കാർബണുകൾ താപീയ വിഘടനത്തിന് വിധേയമാകുമ്പോൾ ഉണ്ടാവുന്ന സംയുക്തങ്ങളിൽ പൂരിതവും ഉണ്ടായിരിക്കും, അപൂരിതവുമായിട്ടുള്ള ഹൈഡ്രോ കാർബണുകൾ ഉണ്ടായിരിക്കും. കണ്ടോ, ഇതെന്താണ്? പൂരിതമാണ്. ഇതെന്താണ്? അപൂരിതമായിട്ടുള്ള ഹൈഡ്രോ കാർബൺ ആണ് അല്ലെ. ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളതാണ് അപൂരിതം എന്ന് പറയുന്നത്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് പൂരിത ഹൈഡ്രോ കാർബണുകളുമാണ്. ക്ലിയർ ആയല്ലോ. ഇനി ചില പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ താപീയ വിഘടനം നടത്തി ലഘുവായ തന്മാത്രകളാക്കി മാറ്റാനായിട്ട് കഴിയും. മലിനീകരണം നിയന്ത്രിക്കാൻ ഒരു പരിധിവരെ ഇത് സഹായിക്കുകയും ചെയ്യും. ഇനി ഫൈനലായിട്ട് നമുക്ക് ജ്വലനമാണ് നോക്കാനുള്ളത്. ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം. ഓക്കെ, നോക്കാം. അതുകൂടി നോക്കിയാൽ ഈ ഒരു ടോപ്പിക് തീരും. വളരെ ഈസി ആയിട്ടുള്ള ഭാഗമാണ്. മീഥേൻ വായുവിൽ കത്തുന്ന പ്രവർത്തനത്തിന്റെ രാസസമവാക്യം. അപ്പൊ നമ്മള് ആദ്യം പഠിച്ചത് എന്തായിരുന്നു? താപീയ വിഘടനം. വായുവിന്റെ അസാന്നിധ്യത്തിൽ ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം. ഏതൊരു സംഭവം ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ഓക്സിജന്റെ പ്രസൻസ് ആവശ്യമാണ് എന്നാണ്. മീഥേൻ വായുവിൽ കത്തുന്ന രാസപ്രവർത്തനത്തിന്റെ രാസസമവാക്യമാണ് തന്നിരിക്കുന്നത്. അപ്പോ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തൊക്കെ ഫോം ചെയ്തു? കാർബൺ ഡയോക്സൈഡ്, ജലം, താപം എന്നിവ ഫോം ചെയ്തു. ഇനി മറ്റൊരെണ്ണം നോക്കിയേ, ബ്യൂട്ടേൻ വായുവിൽ കത്തുമ്പോൾ, ഇതിപ്പോ മീഥേൻ ആണ് കത്തിയത്. ഇനി ബ്യൂട്ടേൻ വായുവിൽ കത്തുമ്പോഴാണെങ്കിലും കാർബൺ ഡയോക്സൈഡ്, ജലം, താപം എന്നിവ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാകുന്ന കണ്ടന്റ് സെയിം ആണെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റിയിലാണ് ഡിഫറൻസ് വരുന്നത്. കാർബൺ ഡയോക്സൈഡും ജലവും താപവുമാണ് എന്തുണ്ടാവുന്നത്? ഈ മീഥേൻ വായുവിൽ കത്തുമ്പോൾ ഉണ്ടായത് അല്ലെ, ബ്യൂട്ടൈൻ വായുവിൽ കത്തുമ്പോൾ ഉണ്ടായതും എന്ത് തന്നെ? കാർബൺ ഡയോക്സൈഡും ജലവും താപവും തന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു ഹൈഡ്രോ കാർബൺ ജ്വലനത്തിന് വിധേയമാകുമ്പോൾ ഉൽപ്പന്നങ്ങളായിട്ട് കാർബൺ ഡയോക്സൈഡും ജലവും താപവും അതുപോലെ പ്രകാശവും കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നോക്കിയേ, ഹൈഡ്രോ കാർബണുകൾ കത്തുമ്പോൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ്, ജലം എന്നിവയോടൊപ്പം താപവും പ്രകാശവും ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തെ ജ്വലനം എന്ന് വിളിക്കുന്നു. ജ്വലനം. ഓക്കെ, ഇനി ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരികയാണ്. വളരെ സിമ്പിൾ ആണ്. ഞാൻ അത് ചെയ്തു എന്നതുകൊണ്ട് അത് നോക്കി ചെയ്യണ്ട, നിങ്ങളത് ചെയ്തു നോക്കാം. എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഈ രീതിയിൽ വരുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 വീഡിയോ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതോടുകൂടി നമ്മുടെ കെമിസ്ട്രി കംപ്ലീറ്റ് ആയി. അപ്പൊ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി LP UPക്ക് വേണ്ടുന്ന കംപ്ലീറ്റ് SCERT ലെസൺസ് ഈ 3 സബ്ജക്റ്റിന്റെയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ നമ്മൾ മറ്റുള്ള സബ്ജക്റ്റും കൂടി കവർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. താങ്ക് യു ഓൾ.